സംപൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ വേദഗ്രന്ഥമായ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ 500 എപ്പിസോഡുകളായി കഥാപ്രസംഗ രൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണല്ലോ. അതിൻ്റെ 15ാമത്തെ ഭാഗമായി ഇന്ന് ഈ വേദിയിൽ ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു യാക്കോബും കാവൽ മാടവും. ഇരുപത് സംവത്സരം ലാബാന്റെ ആടുകളെ മെച്ചും പരിപാലിച്ചു നിന്ന യാക്കോബിന്റെ വളർച്ചയിൽ അസൂയാലുക്കളായ ലാബാന്റെ പുത്രന്മാർ യാക്കോബിനെ പദ്ദൻ അരാമിൽ നിന്നും ഓടിക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. എന്നാൽ ലാബാനാകട്ടെ തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ ഭർത്താവും അതിലേറെ തൻ്റെ സഹോദരിയായ റിബേക്കയുടെ മകനുമായ യാക്കോബിനെ ഈ ദേശത്തിൽ നിന്നും അയക്കുവാനും യാക്കോബിനെതിരെ ഒരായുധവും ഉപയോഗിക്കുവാനും ലാബാൻ തയ്യാറല്ല. ലാബാൻ ഒരു തീരുമാനമെടുത്തു. തൻ്റെ ആടുകളെ മേയ്ക്കുന്നതിൽ നിന്നും പരിപാലിക്കുന്നതിൽ നിന്നും യാക്കോബിനെ മാറ്റി നിർത്തുക. അങ്ങനെ യാക്കോബിനെ മാറ്റി നിർത്തിയാൽ തൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് ലാബാൻ മനസ്സിൽ ചിന്തിക്കുകയാണ്. ലാബാൻ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. പദ്ദനരാമിൽ ഇനി എന്നരുകിൽ പാടില്ല പാടില്ല യാക്കോബ് ഒരിക്കലും. പദ്ദനരാമിൽ ഇനി എന്നരുകിൽ പാടില്ല പാടില്ല യാക്കോബ് ഒരിക്കലും. പോറ്റിപ്പുലർത്തി ഞാൻ സോദരി പുത്രനെ, പോറ്റിപ്പുലർത്തി ഞാൻ സോദരി പുത്രനെ, കവർന്നെടുത്തു സർവക്ഷേങ്ങളും. പോറ്റിപ്പുലർത്തി ഞാൻ സോദരി പുത്രനെ, പോറ്റിപ്പുലർത്തി ഞാൻ സോദരി പുത്രനെ, കവർന്നെടുത്തു സർവക്ഷേമങ്ങളും. പദ്ദനരാമിൽ ഇനി എന്നരുകിൽ പാടില്ല പാടില്ല യാക്കോബ് ഒരിക്കലും. പേടിച്ച് വിറച്ചു വന്ന അവനെ ഞാൻ സംരക്ഷിച്ചു. എന്തിനധികം പറയണം, എൻ്റെ 2 പെൺമക്കൾ അവന് ഭാര്യമാരായി കൊടുത്തു. അവനെന്താ ചെയ്തത്? അവരുടെ ദാസിമാരിൽ 4 മക്കളെ ജനിപ്പിച്ചു. ഒരപ്പൻ എന്ന നിലയിൽ നിങ്ങൾ പറയുവിൻ, ഈ കൊള്ളരുതായികൾക്ക് ഞാൻ കൂട്ടുനിൽക്കണോ? പുള്ളിയും മറവുമുള്ള ആട്ടിൻകൊറ്റന്മാരെ വേർതിരിക്കുവാൻ പറഞ്ഞു. ഞാൻ വേർതിരിച്ചു കൊടുത്തു. ഇപ്പോൾ എന്തായി? അവൻ ഉപായം, തന്ത്രം ഉപയോഗിച്ചു. 10,000-കണക്കിന് ആടുമാടുകളും ഒട്ടകങ്ങളും ദാസന്മാരും അവന് സ്വന്തം. അവനിപ്പോൾ എന്നെക്കാൾ സമ്പന്നൻ, മഹാൻ, ശ്രേഷ്ഠൻ. പാടില്ല പാടില്ല വഴി പിരിഞ്ഞൊഴുകുവാൻ മാർഗം തെളിച്ചു കൊടുക്കയില്ല. പാടില്ല പാടില്ല വഴി പിരിഞ്ഞൊഴുകുവാൻ മാർഗം തെളിച്ചു കൊടുക്കയില്ല. ഇങ്ങനെയൊക്കെ ലാബാൻ പറയുമ്പോഴും യാക്കോബാണെങ്കിൽ കാലത്തിനപ്പുറം നീന്തിക്കയറുവാൻ കരുത്തും കരുതലും ആർജിച്ചു നിശബ്ദമാണ്. കാലത്തിനപ്പുറം നീന്തിക്കയറുവാൻ കരുത്തും കരുതലും ആർജിച്ചു നിശബ്ദനായി. യാക്കോബ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരായ ലേയയെയും റാഹേലിനെ അരികിൽ വിളിച്ചു. ലേയ, റാഹേൽ, നിങ്ങളുടെ സഹോദരന്മാർ
എന്നോട് കാണിക്കുന്നത് അനീതിയാണ്. എന്ത് തെറ്റാണ് ഞാൻ അവർക്ക് വേണ്ടി ചെയ്തത്? നിന്റെ അപ്പന് വേണ്ടി ഞാൻ കഠിന പ്രയത്നം ചെയ്തില്ലേ? ഞാൻ ഉറക്കം വിളച്ചില്ലേ? രാവും പകലും അധ്വാനിച്ചില്ലേ? പറയൂ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇനിയും ഞാൻ എന്താണ് നിന്റെ അപ്പന് വേണ്ടി ചെയ്യേണ്ടത്? അങ്ങ് പറയുന്നത് ശരിയാണ്, ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. എന്നോടൊപ്പം നിങ്ങൾ വരുവാൻ തയ്യാറാണോ? ഞങ്ങൾ തയ്യാറാണ്. നീ പോകുന്നത് എവിടേക്കായാലും ഞങ്ങൾ വരുവാൻ തയ്യാറാണ്. നിന്റെ അപ്പൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തുവെങ്കിലും പരമപിതാവായ എൻ്റെ ദൈവം എനിക്ക് ഒരു ദോഷവും വരുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. എൻ്റെ പിതാവായ ദൈവം എന്നെ കരം പിടിച്ച് നടത്തുകയായിരുന്നു. റാഖേലും ലേയയും ഒരേ സ്വരത്തിൽ ചോദിച്ചു, ഓഹരി ഇനിയുണ്ടോ പറയുക പ്രിയത്തോഴ, അപ്പന്റെ വീട്ടിൽ അവകാശമുണ്ടോ? ഓഹരി ഇനിയുണ്ടോ പറയുക പ്രിയത്തോഴ, അപ്പന്റെ വീട്ടിൽ അവകാശമുണ്ടോ? അന്യരായി കാണുന്നു ഞങ്ങളെ വിറ്റു, അപ്പൻ സമ്പത്തെടുത്തു വിലയും തിന്നു. അന്യരായി കാണുന്നു ഞങ്ങളെ വിറ്റു, അപ്പൻ സമ്പത്തെടുത്തു വിലയും തിന്നു. ഓഹരി ഇനിയുണ്ടോ പറയുക പ്രിയത്തോഴ, അപ്പന്റെ വീട്ടിൽ അവകാശമുണ്ടോ? റാഖേലും ലേയയും ആന തിരിയും പോലെ അങ്ങ് തിരിഞ്ഞു. ഈ അപ്പനെ ഞങ്ങളെ വിറ്റു വിലയും തിന്നു. ഇനി അപ്പന്റെ ദേശത്ത് ഞങ്ങളില്ല. അങ്ങ് എവിടേക്കാണ് പോകുന്നത്? ആ ദേശത്തേക്ക് വരുവാൻ ഞങ്ങൾ തയ്യാറാണ്. യാക്കോബിന്റെ കണ്ണുകളിൽ കണ്ണുനീർ. തന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ തന്നോടൊപ്പം നിൽക്കുന്നു. സ്ത്രീകളായാലേ ഇങ്ങനെ വേണം. ഭർത്താവിന് താങ്ങും കരുത്തുമായി കൂടെ നിൽക്കണം. താൻ പതനരാമിൽ സമ്പാദിച്ച ആടുമാടുകൾ, ദാസന്മാർ, പൊന്ന്, വെള്ളി, സകല സമ്പത്തുമായി യാത്ര പുറപ്പെടുകയാണ്. യാക്കോബും ഭാര്യമാരും മക്കളും കാനാനിലേക്ക്. ഇവിടെ ദൈവത്തിൻ വിധി കൽപ്പനയുടെ പൊരുളും പ്രഭാവവും ധന്യമായി തീർന്നിതാ. ഇവിടെ ദൈവത്തിൻ വിധി കൽപ്പനയുടെ പൊരുളും പ്രഭാവവും ധന്യമായി തീർന്നിതാ. യാത്ര യാത്ര കാനാനിലേക്കൊരു യാത്ര. യാത്ര യാത്ര കാനാനിലേക്കൊരു യാത്ര. കാനാനിലേക്കൊരു യാത്ര. യാക്കോബ് തൻ്റെ ഭാര്യമാരും മക്കളുമായി തൻ്റെ സകല സമ്പത്തുമായി കാനാനിലേക്ക് പുറപ്പെടുമ്പോഴേ രണ്ട് ചോദ്യങ്ങൾ ചോദ്യചിഹ്നമായി, കൂരമ്പുകളായി തൻ്റെ ചങ്ക് പിളർന്ന് ചോര കുടിക്കുവാൻ നിൽക്കുന്നു. എന്തൊക്കെയാണ്? ഒന്ന്, ലാബാനും പുത്രന്മാരും. മറുവശത്ത് തൻ്റെ സ്വന്തം ജ്യേഷ്ഠനായ ഏശാവ്. ഈ കൂർത്ത മുനകൾക്കിടയിൽ നീന്തി കയറുവാൻ തുടിക്കുകയാണ് ഈ യാക്കോബ്. ശുഭകരമല്ലി യാത്ര, വൈരം നടുവിൽ നിൽപ്പൂ. ശുഭകരമല്ലി യാത്ര, വൈരം നടുവിൽ നിൽപ്പൂ. അഗ്നി പടർന്നു, അഗ്നി പടർന്നു ചാറ്റൽ മഴയിൽ വഴങ്ങാതെ. അഗ്നി പടർന്നു ചാറ്റൽ മഴയിൽ വഴങ്ങാതെ. ശുഭകരമല്ലി യാത്ര,
വൈരം നടുവിൽ നിൽപ്പൂ. ശുഭകരമല്ലീ യാത്ര, വൈരം നടുവിൽ നിൽപ്പൂ. മറുകരയെത്താൻ അടർക്കളത്തിൽ അലയും നൗകയിൽ തുഴയുന്നു. മറുകരയെത്താൻ അടർക്കളത്തിൽ അലയും നൗകയിൽ തുഴയുന്നു. നാളെ നാളെ എന്തെന്നറിയാതെ, നാളെ എന്തെന്നറിയാതെ അലയും നൗകയിൽ തുഴയുന്നു, അലയും നൗകയിൽ തുഴയുന്നു. മറുകരയെത്താൻ അടർക്കളത്തിൽ അലയും നൗകയിൽ തുഴയുന്നു. മറുകരയെത്താൻ അടർക്കളത്തിൽ അലയും നൗകയിൽ തുഴയുന്നു. നാളെ നാളെ എന്തെന്നറിയാതെ അലയും നൗകയിൽ തുഴയുന്നു, അലയും നൗകയിൽ തുഴയുന്നു. ശുഭകരമല്ലീ യാത്ര, വൈരം നടുവിൽ നിൽപ്പൂ. ശുഭകരമല്ലീ യാത്ര, വൈരം നടുവിൽ നിൽപ്പൂ. യാക്കോബ് കാനാനിലേക്ക് പുറപ്പെട്ട് 3 നാൾ വഴി ദൂരം എത്തിയിരിക്കുന്നു. അല്ല, ഈ ലാബാൻ എവിടെ പോയി? അതൊരു ചോദ്യമാണല്ലോ. ലാബാൻ എവിടെ? ലാബാൻ അടുത്ത ഗ്രാമത്തിൽ ഈ ആടുകളുടെ രോമം കത്തിരിക്കാൻ പോയിരുന്നു. ഈ ചെമ്മരി ആടുകളെ വളർത്തുന്നത് കമ്പിളി പോലുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയാണല്ലോ. അതിൽ നല്ല സമ്പാദ്യവുമാണ്. 3 ദിവസം കഴിഞ്ഞാണ് ലാബാൻ പദ്ദൻ അരാമിൽ എത്തുന്നത്. തൻ്റെ ആടുകളുടെ രോമം കത്തിരിച്ചിട്ട് എത്തുന്നത്. തൻ്റെ കൂടാരമുറ്റത്തെത്തിയപ്പോൾ നിരവധി പേർ കൂടിയിരിക്കുന്നു. ബന്ധുക്കളും ചർച്ചക്കാരും ഒക്കെ കൂടിയിരിക്കുന്നു. എന്താ, എല്ലാവരും ഉണ്ടല്ലോ. ആരെങ്കിലും ചത്തോ? മരണ വീട്ടിലെ അവസ്ഥയാണല്ലോ. ലാബാനൊന്ന് പരിങ്ങി. അപ്പാ, അപ്പൻ അകത്തോട്ട് ചെന്ന് നോക്ക്. അപ്പന് കാര്യമൊന്നും അറിഞ്ഞില്ലയോ? അവൻ ഇവിടെ നിന്ന് പോയി. ആര്? ആ യാക്കോബ്. അപ്പനെ കൂടാരത്തിനുള്ളിൽ പോയി നോക്ക്. അപ്പോഴപ്പോഴും കാര്യം മനസ്സിലാകും. എടാ മക്കളെ, പിന്നോട്ടു വലിക്കുമ്പോൾ മുന്നേറാനൊരു വഴി തനിയെ കാണുന്നതു കുറ്റമല്ല. പിന്നോട്ടു വലിക്കുമ്പോൾ മുന്നേറാനൊരു വഴി തനിയെ കാണുന്നതു കുറ്റമല്ല. യാത്ര ചോദിക്കാതെ വഴക്കാളിയായി പോകാൻ അല്ലലായൊന്നും വരുത്തിയില്ല. യാത്ര ചോദിക്കാതെ വഴക്കാളിയായി പോകാൻ അല്ലലായൊന്നും വരുത്തിയില്ല. ഞാൻ അല്ലലായൊന്നും വരുത്തിയില്ല. പിന്നോട്ടു വലിക്കുമ്പോൾ മുന്നേറാനൊരു വഴി തനിയെ കാണുന്നത് കുറ്റമല്ല. അപ്പൻ കൂടാരത്തിനുള്ളിൽ ചെന്ന് നോക്ക്. ലാബാൻ തൻ്റെ ആട്ടിൻകൊറ്റന്മാരുടെ കൂട്ടങ്ങളെല്ലാം ചെന്ന് നോക്കി. എല്ലാം അതേപടിയുണ്ട്. ലാബാൻ തൻ്റെ കൂടാരത്തിനുള്ളിൽ ചെന്നു. ഓരോ മുറിക്കുള്ളിലും കടന്നു ചെന്നു. ലാബാൻ ഉറക്കെ വിളിച്ചു, മക്കളെ, ചതിച്ചു, ചതിച്ചു. അവൻ അപ്പന്റെ ഗ്രഹബിംബങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ഈ അപ്പൻ ഇനി ആരോട് സങ്കടങ്ങളൊക്കെ പറയും മക്കളെ? അപ്പന്റെ സങ്കടങ്ങൾ ഇനി ആര് കേൾക്കും? തന്റെ ഗ്രഹബിംബങ്ങളെല്ലാം അവൻ മോഷ്ടിച്ചോണ്ട് പോയിരിക്കുന്നു.
അവനല്ലാതെ ഇതാരും ചെയ്യുകയില്ല. ഈ ലാബാന്റെ വിചാരമേ തൻ്റെ കൂടാരത്തിനുള്ളിരിക്കുന്ന ഗ്രഹബിംബങ്ങളോട് തൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞാൽ ആ സങ്കടങ്ങൾ പരിഹാരമുണ്ടാക്കി കൊടുക്കും എന്നാണ്. അപ്പാ അവനെ വെറുതെ വിടാൻ പാടില്ല, അവനെ ഒന്ന് കൈകാര്യം ചെയ്യണം. പിന്നെ ലാബാൻ ഒരു നിമിഷം പോലും നിന്നില്ല. ബന്ധുക്കളെയും ചർച്ചക്കാരെയും കൂട്ടി ശരവേഗത്തിൽ പിന്നാലെ പോകുന്ന യാക്കോബിന് പിന്നാലെ. മൂന്ന് ദിവസം വഴി പിന്നിട്ടു. യാത്രക്കിടയിൽ ലാബാനും മക്കളും ഓരോരോ ദേശങ്ങളിൽ രാപാർത്തു. ഒരു രാത്രിയിൽ ലാബാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്നൊരു ശബ്ദം, ലാബാനെ! ലാബാൻ ഭയന്നു, കിട്ടുകിട്ടാ വിറച്ചു, അമ്പരന്ന് നിൽക്കുകയാണ്. ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ യഹോവ, നീ എന്റെ പ്രിയപ്പെട്ട യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. അത്ര തന്നെ. യഹോവയായ ദൈവത്തിന്റെ വാക്കൊന്നേയുള്ളൂ, സൂക്ഷിച്ചു കൊള്ളുക. നിന്റെ നടപ്പിനെ, നിന്റെ ചിന്തയെ, നിന്റെ പ്രവൃത്തിയെ. നേരം പ്രഭാതം, പ്രഭാത സൂര്യന്റെ പൊൻകിരണങ്ങൾ മലകളെയും കുന്നുകളെയും മരുഭൂമിയെയും വനാന്തരങ്ങളെയും തഴുകി 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 ഉണർത്തി ഉണർത്തി തഴുകി തഴുകി ഉണർത്തി ഉണർത്തി. പ്രഭാത കിരണങ്ങൾ പ്രപഞ്ചമാകെ നിറഞ്ഞു. പ്രഭാത കിരണങ്ങൾ പ്രപഞ്ചമാകെ നിറഞ്ഞു. തഴുകി തഴുകി ഉണർത്തി തഴുകി തഴുകി ഉണർത്തി ഉണർത്തി. മലകളും മലനിരകളും മരുഭൂമിയും വനാന്തരങ്ങളും മലകളും മലനിരകളും മരുഭൂമിയും വനാന്തരങ്ങളും പ്രപഞ്ചമാകെ നിറഞ്ഞു. പ്രഭാത കിരണങ്ങൾ പ്രപഞ്ചമാകെ നിറഞ്ഞു. പ്രഭാത കിരണങ്ങൾ തഴുകി തഴുകി ഉണർത്തി തഴുകി തഴുകി ഉണർത്തി ഉണർത്തി. സിംഹത്തെപ്പോലെ അലറി വന്ന ലാബാൻ ഇപ്പോൾ കുറുനരിയെ പോലെ ആയിരിക്കുന്നു. ലാബാന്റെ പത്തി മടങ്ങി. എന്താ കാര്യം? ലാബാൻ കേട്ട ശബ്ദം എന്താണ്? യഹോവയായ ദൈവത്തിൻ്റെത്, പിതാവായ ദൈവത്തിൻ്റെത്. ലാബാൻ തന്ത്രശാലിയായി മാറി. ലാബാൻ മക്കളെ അരികിൽ വിളിച്ചു, എടാ മക്കളെ, ദേ നോക്ക്, ആ മലമുകളിൽ അവർ കൂടാരങ്ങൾ അടിച്ചിരിക്കുന്നു. നമുക്കിവിടെ ഗിലെയാദ് പർവ്വതത്തിൽ കൂടാരങ്ങൾ അടിക്കാം. മക്കളെ, അപ്പനൊരു കാര്യം പറയട്ടെ. എന്താണപ്പാ? മറ്റൊന്നുമില്ല, ആ കൂടാരത്തിൽ വസിക്കുന്നത് നമ്മുടെ ആരാ? എൻ്റെ മക്കളുടെ ഭർത്താവ്, മാത്രമല്ല എൻ്റെ മക്കളും പൗത്രന്മാരും. അതും പോരെങ്കിൽ
എൻ്റെ സഹോദരിയായ റിബേക്കയുടെ മകനല്ലേ അവൻ. ആ കൂടാരങ്ങളിൽ വസിക്കുന്നത് നമ്മുടെ രക്തവും മാംസവുമാണ്. അതുകൊണ്ട് നമ്മൾ അവരോട് ദോഷമൊന്നും ചെയ്യാൻ പോകരുത്. അപ്പൻ എന്താണ് ഈ ഓന്തിൻ്റെ സ്വഭാവം കാണിക്കുന്നത്? ഈ 7 ദിവസം യാത്ര ചെയ്തിരിക്കുന്നു. അപ്പൻ മാത്രം ഒറ്റയ്ക്ക് വന്നാൽ മതിയായിരുന്നല്ലോ. ഈ ലാബാൻ തന്ത്രശാലിയാണ്. ലാബാൻ അറിയാൻ കേട്ട ശബ്ദം ഏതാണെന്ന്. ദൈവത്തോട് കളിച്ചാലേ ഇവിടെ നിന്നും പദ്ദനരാമിലേക്ക് കൊണ്ടുപോകുന്നത് ലാബാനെ ആയിരിക്കില്ല, ലാബാന്റെ ശവമായിരിക്കും. ശവം. എടാ മക്കളെ, അവനെ കൊന്ന പക തീരുവോ? അപ്പൻ പറയുന്നത്, ശ്രദ്ധയോടെ കേൾക്കുക പ്രിയ മക്കളെ, രക്തപാതകം ദുരന്തമാക്കല്ലേ. ശ്രദ്ധയോടെ കേൾക്കുക പ്രിയ മക്കളെ, രക്തപാതകം ദുരന്തമാക്കല്ലേ. അലക്ഷ്യമായി വാളുകൾ ചതിച്ചിടും, അനുനയിച്ചു ജാഗ്രത പുലർത്തുക. അലക്ഷ്യമായി വാളുകൾ ചതിച്ചിടും, അനുനയിച്ചു ജാഗ്രത പുലർത്തുക. ശ്രദ്ധയോടെ കേൾക്കുക പ്രിയ മക്കളെ, രക്തപാതകം ദുരന്തമാക്കല്ലേ. ലാബാൻ യാക്കോബിൻ്റെ കൂടാരമുറ്റത്തെത്തി. റാഹേലും ലേയായും ഓടിയെത്തി. അപ്പനെപ്പോ വന്നു? അപ്പൻ എങ്ങനെ വന്നു? അപ്പനെന്തിനാ കരയുന്നേ? എങ്ങനെ കരയാതിരിക്കും മക്കളെ, എങ്ങനെ കരയാതിരിക്കും? അപ്പനോട് ഒരു വാക്ക് ചോദിക്കാതെ അല്ലയോ നിങ്ങൾ വന്നത്? എന്റെ പുത്രന്മാരെയും എന്റെ പൗത്രന്മാരെയും എന്റെ മക്കളെയും ചുംബിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. യാക്കോബേ, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞുവല്ലോടാ, തോൽപ്പിച്ചു കളഞ്ഞുവല്ലോ. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഞാൻ അങ്ങയെ എങ്ങനെ ചതിച്ചു? ഏത് വിധത്തിൽ? ഞാൻ 3 ദിവസം ഹാരാനിൽ ഇല്ലാതിരുന്നു. എന്റെ ചെമ്മരിയാടുകളെ രോമം കത്തിരിക്കാൻ കൊണ്ടുപോയിരുന്നു. ആ തക്കത്തിന് എന്റെ മക്കളതി വാളാൽ പിടിച്ചവരെ പോലെ കൊണ്ടുപോവുകയായിരുന്നു. എന്നോട് ഈ ചതി ചെയ്യുവാൻ ഞാൻ നിനക്ക് എന്തപരാധം ചെയ്തു? അങ്ങനെക്ക് ഒരപരാധവും ചെയ്തില്ല. അത് മാത്രമല്ല, അങ്ങയുടെ പെൺമക്കളും അങ്ങയുടെ പൗത്രന്മാരും ഇതാ അങ്ങയുടെ കൺമുന്നിൽ നിൽക്കുന്നു. എൻ്റെ കൈകൾ ശൂന്യം. യാക്കോബേ, നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എൻ്റെ മക്കൾ അധികാരമുണ്ട്, സമ്പത്തുണ്ട്, ബലമുണ്ട്. എന്നാൽ ഞാൻ നിന്നോട് ഒരപരാധവും കാണിക്കുന്നില്ല. എന്നാൽ നീ ചെയ്തത് മഹാപരാധമാണ്, അപരാധം. വാദ്യഘോഷത്തോടും സംഗീതധ്വനിയോടും ഉരജവും വീണയും കൈത്താളങ്ങളും പാടിയുണർത്തുവാനായില്ല. വാദ്യഘോഷത്തോടും സംഗീതധ്വനിയോടും ഉരജവും വീണയും കൈത്താളങ്ങളും പുത്രിമാരെയും പൗത്രന്മാരെയും
ചുംബിക്കുവാനിടം തന്നില്ല. പുത്രിമാരെയും പൗത്രന്മാരെയും ചുംബിക്കുവാനിടം തന്നില്ല. പാടിയുണർത്തുവാനായില്ല, 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 പാടിയുണർത്തുവാനായില്ല. വാദ്യഘോഷത്തോടും സംഗീതധ്വനിയോടും, വാദ്യഘോഷത്തോടും സംഗീതധ്വനിയോടും, മുരജവും വീണയും കൈത്താളങ്ങളും, മുരജവും വീണയും കൈത്താളങ്ങളും. പാടിയുണർത്തുവാനായില്ല, 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 പാടിയുണർത്തുവാനായില്ല. യാക്കോബേ, നീ പറയുന്നു നീ ഒരു തെറ്റും ചെയ്തില്ല, നീ ഒരു അപരാധവും ചെയ്തില്ല എന്ന്. എൻ്റെ ആഗ്രഹം ഞാൻ നിന്നോട് പറയട്ടെ. നീ എൻ്റെ പദൻ അരാമിൽ നിന്നും കാനാനിലേക്ക് പുറപ്പെടുമ്പോൾ വലിയൊരു വിരുന്ന് സൽക്കാരം നടത്തി, മുരജവും വീണയും തമ്പുരുവും മീട്ടി. എൻ്റെ പുത്രിമാരെയും പൗത്രന്മാരെയും ചുംബിച്ച് യാത്ര അയക്കുവാൻ എനിക്ക് ആഗ്രഹമായിരുന്നു. നീ അതിന് എനിക്ക് അനുവാദം തന്നില്ല, നീ എനിക്കത് അതിന് അനുവാദം തന്നില്ല. ഞാൻ നിന്നോട് അതിനുള്ള തെറ്റ് എന്താണ് ചെയ്തത്? അല്ല, അങ്ങ് എന്നെയും എൻ്റെ ഭാര്യമാരെയും കാനാനിലേക്ക് അയക്കില്ല എന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ ചെയ്യുമോ? മാത്രമല്ല, ഞാൻ അങ്ങയെ ഭയന്നാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. എന്തിന്? മറ്റൊന്നുമല്ല, ഒരുപക്ഷെ എൻ്റെ ഭാര്യമാരെയും എൻ്റെ മക്കളെയും അങ്ങ് അപഹരിച്ചാൽ. ഞാനൊന്നും അപഹരിച്ചില്ല, എന്നാൽ നീ അപഹരിച്ചു. അങ്ങ് എന്താണ് ഈ പറയുന്നത്? നിനക്കൊന്നും അറിയില്ല അല്ലേ? ഇല്ല, എനിക്കൊന്നും അറിയില്ല. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, എന്റെ ഗ്രഹബിംബങ്ങൾ എവിടെ? എന്റെ ദേവന്മാരെവിടെ? എന്റെ പൂജാമുറിക്കുള്ളിലിരുന്ന ഗ്രഹബിംബങ്ങളെ മോഷ്ടിച്ചുകൊണ്ടാണ് നീ പുറപ്പെട്ടത്. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എവിടെ പോയി? എന്റെ ഗ്രഹബിംബങ്ങൾക്ക് കാലുണ്ടോ നടന്നു പോകുവാൻ? എന്റെ ഗ്രഹബിംബങ്ങൾക്ക് ചിറകുണ്ടോ പറന്നു പോകുവാൻ? എന്റെ ഗ്രഹബിംബങ്ങൾക്ക് കണ്ണുണ്ടോ നിന്റെ പുറകെ എന്ന് വരുവാൻ? അപ്പോഴേ ഈ ലാബാന് ഒരു കാര്യം അറിയാം. ലാബാൻ വീടിനുള്ളിൽ പൂജാമുറിക്കുള്ളിൽ ദിവസവും മടങ്ങുന്ന ഈ ഗ്രഹബിംബങ്ങൾക്ക്, ഈ ദൈവങ്ങൾക്ക് കണ്ണില്ല, കാലില്ല, ചിറകില്ല എന്ന സത്യം ലാബാൻ മനസ്സിലാക്കിയത് നന്നായി. എന്തായാലും അങ്ങ് പറയുന്നു, ഞാൻ അങ്ങയുടെ ഗ്രഹബിംബങ്ങളെ, അങ്ങയുടെ ദേവന്മാരെ മോഷ്ടിച്ചു കൊണ്ടുവന്നുവെന്ന് അല്ലയോ? എങ്കിലൊരു കാര്യം ചെയ്യാം. ഇതെല്ലാം എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും എൻ്റെ ഭാര്യയുടെ കൂടാരങ്ങളാണ്. അകത്തേക്ക് കയറി നോക്കിയാലും, അങ്ങൊന്ന് പരിശോധിച്ച് നോക്കിയാലും അപ്പോൾ അങ്ങേക്ക് മനസ്സിലാകുമല്ലോ. എൻ്റെ ഭാര്യമാരും ദാസന്മാരും എല്ലാം പുറത്തേക്ക് ഇറങ്ങണം, എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം. കൂടാരങ്ങൾ തുറന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ലാബാൻ ഓരോ കൂടാരത്തിനുള്ളിലും പരിശോധിക്കുന്നു. ആദ്യം ലേയായുടെ കൂടാരത്തിൽ ചെന്നു. ലേയായുടെ കൂടാരത്തിൽ ഒന്നും തന്നെ ഇല്ല. ലാബാൻ പുറത്തിറങ്ങി ഓരോ ദാസന്മാരുടെ കൂടാരങ്ങളിലും ലാബാൻ പരിശോധിച്ചു. ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ലാബാൻ കയറി ചെല്ലുന്നു തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോള് റാഹേലിൻ്റെ കൂടാരത്തിൽ. എന്താ അപ്പാ? മക്കളെ, അപ്പൻ്റെ ദേവന്മാരെ കാണാനില്ല, അപ്പന്റെ ഗ്രഹബിംബങ്ങളെ കാണാനില്ല. മക്കളെ, ഇനി അപ്പൻ ആരോട് സങ്കടങ്ങൾ പറയും? അപ്പന്റെ ഗ്രഹബിംബങ്ങൾ അത് വല്ല പിള്ളേരും കളിക്കാനെടുത്താണ്ട് വയ്ക്കാനും കളിക്കാനെടുത്താണ്ട് പോയതല്ല മക്കളെ. അപ്പൻ വേറെ 2 എണ്ണം വാങ്ങി വെക്കണം. അപ്പൻ്റെ കയ്യിൽ കാശുണ്ടല്ലോ. മക്കളെ, അങ്ങനെ പറയരുത്. അത് വലിയ വിലപിടിപ്പുള്ളതാ. പിന്നെ വലിയ വിലപിടിപ്പ്, 3 ബിംബങ്ങൾക്ക് വലിയ വിലപിടിപ്പ് തന്നെ. മോളെ അങ്ങനെ പറയരുത്. അപ്പനൊന്ന് പരിശോധിച്ചോട്ടെ, ഒന്ന് നോക്കിയാട്ടെ. അപ്പൻ നോക്കിക്കോ, പക്ഷേങ്കിൽ എന്നോട് എണീൽക്കാൻ മാത്രം അപ്പൻ പറയരുത്.
കാര്യമെന്താ? ഈ റാഹേല് പൊന്നുമോളുണ്ടല്ലോ, അപ്പന്റെ പൊന്നുമോള്, അവൾ ഇരിക്കുന്നത് ഒട്ടകക്കോപ്പിന് മുകളിലാണ്. ആ ഒട്ടകക്കോപ്പിനകത്തുണ്ട് അപ്പന്റെ ഗ്രഹബിംബങ്ങൾ. കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയാറില്ലേ, അതുപോലെ. എന്താ മോളെ നിനക്ക് എണീക്കാൻ പറ്റാത്തത്? അപ്പ, സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നു. എൻ്റെ പൊന്നുമോൾ എണീക്കണ്ട, എൻ്റെ പൊന്നുമോൾ അവിടെ തന്നെ ഇരിക്ക്. ലാബാൻ കൈയും വീശി പുറത്തേക്ക് വരുന്നു. യാക്കോബിന്റെ കണ്ണുകൾ ജ്വലിച്ചു, അഗ്നി ജ്വാല പോലെ ജ്വലിച്ചു, ശരീരം വിറച്ചു. യാക്കോബ് ലാബാന്റെ മുന്നിൽ വന്നു. യാക്കോബ് ലാബാനോട് കയർത്ത് സംസാരിച്ചു. നീ എന്റെ കൂടാരങ്ങളെല്ലാം പരിശോധിച്ചുവല്ലോ, നീ എന്നെ കള്ളനാക്കിയില്ലേ? ഞാൻ എന്ത് അപരാധമാണ് നിനക്ക് വേണ്ടി ചെയ്തത്? നിന്റെ 2 പുത്രിമാരെ ഞാൻ വിവാഹം കഴിച്ചു, അവരെ നല്ല രീതിയിൽ നോക്കി. കഴിഞ്ഞ 20 സംവത്സരം ഞാൻ നിനക്ക് വേണ്ടി നിന്റെ ആടുമാടുകളെ സംരക്ഷിച്ചു, പരിപാലിച്ചു. രാത്രിയിൽ മഞ്ഞുകൊണ്ടും പകൽ വെയിലുകൊണ്ടും എന്റെ ശരീരം ക്ഷയിച്ചു പോയി, എന്റെ ശരീരം ക്ഷയിച്ചു പോയി. നീയും നിന്റെ പുത്രന്മാരും എന്നെ കൊല്ലുവാൻ എന്റെ പിന്നാലെ വന്നിരിക്കുന്നു. നിന്റെ പെൺമക്കൾക്ക് ജീവിതം കൊടുത്തത്, അവരെ ഞാൻ സ്നേഹിച്ചത് കുറ്റമാണോ? കുറ്റമാണോ? പറയൂ. എന്താ? ഞാൻ നിനക്കും നിന്റെ മക്കൾക്ക് വേണ്ടി മരിക്കണമോ? മരിക്കണമോ? റാഹേലും ലേയായും നിന്ന് വിങ്ങിപ്പൊട്ടുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ പാദങ്ങളിൽ വീഴുവാൻ അവർക്ക് തോന്നുന്നു. ലാബാന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ. ലാബാൻ യാക്കോബിനെ മാറോടടക്കി പിടിച്ചു. മകനെ, എന്നോട് ക്ഷമിക്കുക, ഞാൻ നിനക്കൊരപരാധവും ചെയ്യുകയില്ല. മകനെ, ഒരപരാധവും ചെയ്യുകയില്ല. ഞാൻ അങ്ങയോട് ഇതാ സത്യം ചെയ്യുന്നു, അങ്ങയുടെ ഗ്രഹബിംബങ്ങൾ എൻ്റെ കൂട്ടത്തുള്ള ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ജീവനോടിരിക്കരുത്. കൂടാരങ്ങളൊഴിഞ്ഞു കിടപ്പൂ, ഗ്രഹബിംബങ്ങളെ നോക്കുക. കൂടാരങ്ങളൊഴിഞ്ഞു കിടപ്പൂ, ഗ്രഹബിംബങ്ങളെ നോക്കുക. നീ കവർന്നതാരായാലും മരണം തന്നെ നിശ്ചയം. കവർന്നതാരായാലും മരണം തന്നെ നിശ്ചയം. കൂടാരങ്ങളൊഴിഞ്ഞു കിടപ്പൂ, ഗ്രഹബിംബങ്ങളെ നോക്കുക. നീ കൂടാരങ്ങളൊഴിഞ്ഞു കിടപ്പൂ, ഗ്രഹബിംബങ്ങളെ നോക്കുക. ഈ അപ്പന്റെ ഗ്രഹബിംബങ്ങളെ മോഷ്ടിച്ചതാരാ? വേറെ ആരുമല്ല, റാഹേല് തന്നെ. ഈ വിവരം യാക്കോബിനും അറിയില്ല, ലാബാനും അറിയില്ല, പൗത്രന്മാർക്കും അറിയില്ല, സഹോദരന്മാർക്കും അറിയില്ല, ലോകത്താർക്കും അറിയില്ല. പക്ഷേ പിതാവായ ദൈവത്തിനറിയാം. യാക്കോബ് ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ആ വ്യക്തി ജീവനോടിരിക്കരുത്. അതായത് ഈ ഗ്രഹബിംബങ്ങളെ മോഷ്ടിച്ച വ്യക്തി ജീവനോടിരിക്കരുത്. ഇതിൻ്റെ തിക്തബലം വരുന്നുണ്ട്, ഞാൻ പിന്നെ പറയാം. എന്തായാലും ലാബാൻ പറഞ്ഞു, യാക്കോബേ, ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ, ഒരു ഉടമ്പടി ഞാൻ സ്ഥാപിക്കാൻ പോവുകയാണ്. എന്താണ്? മറ്റൊന്നുമല്ല, നമുക്കിവിടെ ഒരു കൽക്കൂമ്പാരം ഒരുക്കാം. യാക്കോബ് ഒരു കല്ലെടുത്ത് നാട്ടി. യാക്കോബിന്റെ ദാസന്മാർ കുറച്ച് കല്ലുകൾ വാരിക്കൂട്ടി ഒരു കൂമ്പാരം ഉണ്ടാക്കി.
യാക്കോബേ, ഞാൻ പറയുന്നത് ഇത് ശ്രദ്ധയോടെ കേൾക്കുക. മറ്റൊന്നുമല്ല, ദോഷത്തിനായി നീയോ ഞാനോ ഈ കൽക്കൂമ്പാരം കടന്ന് അപ്പുറത്തും ഇപ്പുറത്തും വരുവാൻ പാടില്ല. ദോഷത്തിനായി മാത്രം, അല്ലാതെ വരികയും പോവുകയും ഒക്കെ ചെയ്യാം. ദോഷത്തിനായി മാത്രമല്ല, എൻ്റെ പെൺമക്കൾ ഒഴികെ നീ മറ്റാരെയും ഭാര്യമാരായി പരിഗ്രഹിക്കരുത്. ഒരപ്പനെന്ന നിലയിലാണ് ലാബാൻ ഇപ്പോൾ സംസാരിച്ചത്. നീ മറ്റ് സ്ത്രീകളെ, പരസ്ത്രീ ബന്ധം നിനക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തൻ്റെ പെൺമക്കളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി. എൻ്റെ പെൺമക്കളെ നീ ഒരു കാര്യത്തിലും ഉപദ്രവിക്കാൻ പാടില്ല. എങ്കിൽ അങ്ങനെ ചെയ്താൽ ഈ കൽക്കൂമ്പാരം സാക്ഷി, നമ്മോടുകൂടെ ആരുമില്ല, നിന്റെ ദൈവം, നിന്റെ ദൈവത്തിന് മുന്നിൽ ഞാനിത് സാക്ഷിയായി വയ്ക്കുന്നു. ആ കൽക്കൂമ്പാരത്തിന് ലാബാനിട്ട പേര് യഗർ സാഹദൂത. യാക്കോബ് അതിന് പേരിട്ടു ഗലേദ്. അതിന്നും അറിയപ്പെടുന്നു. യഗർ സാഹദൂതയും ഗലേദും രണ്ട് മഹാപട്ടണങ്ങളാണിന്ന്. ആ രാത്രിയിൽ അവർ വലിയൊരു വിരുന്ന് സൽക്കാരം നടത്തി. ആ കൽക്കൂമ്പാരത്തിന് മുകളിലിരുന്ന് അപ്പനും മക്കളും ദാസന്മാരും മരുമകനും എല്ലാവരും ചേർന്ന് വലിയൊരു വിരുന്ന് സൽക്കാരം പാലം ചെയ്തു, ഭക്ഷിച്ചു. ലാബാൻ തൻ്റെ മക്കളുടെ അടുക്കൽ വന്നു, തൻ്റെ കൊച്ചുമക്കളെ ചുംബിച്ചു, തൻ്റെ പുത്രിമാരെ ചുംബിച്ചു, തൻ്റെ മകളുടെ ഭർത്താവായ യാക്കോബിനെ ചുംബിച്ചു. മക്കളെ പോയി വരിക, മക്കളെ പോയി വരിക, അപ്പൻ നിങ്ങളോടൊപ്പമുണ്ട്. ഈ കണ്ണുനീര് സ്നേഹത്തിന്റെ കണ്ണുനീരാണോ അതോ പകയുടെ തീക്കനലാണോ ലാബാന്റെ കണ്ണുകളിൽ നിന്നും വീഴുന്നത്? യാത്ര പറയുകയാണ് ലാബാൻ. അകന്നകന്നു പോകുന്ന മക്കളെയും കൊച്ചുമക്കളെയും യാക്കോബിനെയും നോക്കി നിറകണ്ണുകളോടെ നിൽക്കുകയാണ് ലാബാൻ, നിറഞ്ഞ മിഴികളോടെ. ഇവിടെ ചരിത്രം അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. ലാബാനും പുത്രന്മാരും യാക്കോബിനെ പദൻ അരാമിൽ നിന്നും ഓടിക്കുവാൻ പദ്ധതിയിട്ടു. 2, യാക്കോബിനെ കള്ളനെന്ന് മുദ്രകുത്തി അധിക്ഷേപിക്കുവാനുള്ള പദ്ധതിയെ യഹോവയായ ദൈവം തകർത്തുടച്ചു. കൂടാരങ്ങളെല്ലാം അടിച്ചുപെറുക്കി തൻ്റെ ഗ്രഹബിംബങ്ങളെ കിട്ടാതെ വെറും കൈയോടെ പുറത്തേക്ക് വന്ന ലാബാനെ യാക്കോബ് ചോദ്യമുനകൾക്ക് മുന്നിൽ നിർത്തി. വിദ്വേഷവും പകയും എല്ലാം ഉപേക്ഷിച്ച് ലാബാൻ തൻ്റെ പ്രിയപ്പെട്ട മക്കളെയും കൊച്ചുമക്കളെയും ചുംബിച്ച് യാത്രയാക്കി. അവർ ഒരുമിച്ച് ആ കൽക്കൂമ്പാരത്തിന് മുകളിലിരുന്ന് ഭക്ഷിച്ചു, പാനം ചെയ്തു. ആ കൽക്കൂമ്പാരത്തിന് കാവൽ മാടം സാക്ഷ്യക്കൂടാരമായി തീർത്തു. യാക്കോബിന്റെ ചരിത്രം അവസാനിക്കുന്നില്ല. എന്നാൽ ഈ ചരിത്രം ഞാൻ ഇങ്ങനെ ഇവിടെ പൂർണ്ണമാക്കുന്നു. യാക്കോബും കാവൽ മാടവും.